ഇപ്പോൾ കിട്ടിയൊരു പ്രധാനപ്പെട്ട വാർത്ത, ബാലരാമപുരം കൊലപാതകം നടത്തിയത് കുട്ടിയുടെ അമ്മാവനെന്ന് പോലീസ്. ഇപ്പോൾ സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ദൂരി, ഈ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ നിർണായകമായ ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരനാണ് ഇത്തരത്തിൽ കുട്ടിയെ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ അമ്മാവൻ ഈ കൊലപാതകത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ അമ്മാവന് സഹായം നൽകിയത് പുറത്തുനിന്നുള്ള ആരെങ്കിലുമാണോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അകത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ തന്നെയാണോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. സമയത്തിനകം തന്നെ ഇതിൽ വ്യക്തത ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനൗദ്യോഗിക വിവരം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു വിവരം പോലീസിൽ നിന്നുണ്ടാകും. ഇത്തരത്തിൽ ആദ്യഘട്ടം മുതൽ നമ്മൾ ഈ ചോദ്യം ചെയ്യൽ തുടങ്ങിയത് മുതൽ, മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായത് മുതൽ പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഇത്തരത്തിൽ ഈ മൊഴികൾ വൈരുദ്ധ്യമായ സമയത്തിൽ തന്നെ ഇത്തരത്തിൽ വീട്ടിനകത്തു തന്നെയുള്ള ആരെങ്കിലുമാണ് ഇത്തരത്തിൽ ഈ 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉണ്ടായത്. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് 4 പേരെയും ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ അമ്മയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലാണ്, അല്ലെങ്കിൽ അന്വേഷണമാണ് പോലീസ് നടത്തിയതെങ്കിൽ പിന്നീട് അത് ഈ അമ്മാവൻ്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യത്തെ തുടർന്ന് അമ്മാവനിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അമ്മാവൻ ആദ്യഘട്ടം മുതൽ ഈ അമ്മാവൻ്റെ മുറിയിൽ തീപിടുത്തമുണ്ടായി എന്ന് പറയുന്ന ഘട്ടം മുതൽ ഇത്തരത്തിൽ വൈരുദ്ധ്യമായ മറുപടികളാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പോലീസിന് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസിന് വൈവിധ്യങ്ങളായ, അല്ലെങ്കിൽ വൈരുദ്ധ്യമായ ഒരു കൃത്യമല്ലാത്തൊരു മറുപടിയാണ് അമ്മാവൻ ഹരികുമാറിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ കൂടുതൽ സംശയം തോന്നിയിട്ടാണ് പോലീസ് ഇത്തരത്തിൽ അമ്മാവനെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അമ്മാവൻ ഹരികുമാറാണ് 2 വയസ്സുകാരിയെ ഈ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ കിണറ്റിലെറിയുന്ന സമയത്ത് കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു. കുട്ടി കിണറ്റിനുള്ളിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിലവിൽ എത്തിച്ചേർന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും പൂർത്തിയാവുന്ന ഒരു ഘട്ടത്തിൽ കുട്ടിയുടെ ദേഹത്ത് ഒരു പോറൽ പോലും, അതായത് കിണറ്റിൽ വീണ മുറിവുകളല്ലാതെ, ചതവുകളല്ലാതെ അതിനപ്പുറത്ത് മറ്റു മുറിവുകളൊന്നും തന്നെ ഈ കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കിണറ്റിൽ എറിയുന്ന സമയത്ത് കുട്ടിക്ക് ജീവൻ ഉണ്ടാവുകയും തുടർന്ന് കിണറ്റിൽ നിന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് എന്നുള്ളൊരു സംശയത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിൽ ഒരു ഔദ്യോഗികമായൊരു വിശദീകരണം, അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു കാര്യം ഔദ്യോഗികമായി തന്നെ ഇത് പോലീസ് അറിയിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ 2 വയസ്സുകാരിയെ ഈ വീട്ടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഘട്ടത്തിൽ ആദ്യം പരാതിപ്പെടുന്നത്, നാട്ടുകാരോടും പോലീസിനോടും പരാതിപ്പെടുന്നത് കുട്ടിയുടെ അമ്മ ശ്രീധുവാണ്. ഏത് ഘട്ടത്തിലാണ് ആ ശ്രീധു ഇത്തരത്തിൽ പരാതിപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇത് ആസൂത്രിത കൊലപാതകമായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ അമ്മാവന് സഹായം നൽകിയത് അമ്മയാണെന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അമ്മ ഈ പോലീസിനെയും നാട്ടുകാരെയും മറ്റും വിവരം അറിയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രിത കൊലപാതകമായിരുന്നു. അതിനൊപ്പം തന്നെ ആ വീട്ടിനോട് ചേർന്ന് ഷെഡിൽ കണ്ടെത്തിയ കയറും ഇവരും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്നതൊക്കെ തന്നെയും നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഒരു ആസൂത്രിത കൊലപാതകമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സിന്ദൂരി. എന്തായാലും നിർണായക വിവരം അത് പോലീസിൽ നിന്ന് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ എന്ന് പറയുന്ന അമ്മയുടെ സഹോദരനാണ് ഈ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു നിർണായക വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണാനില്ലെന്നുള്ള പരാതിയെ തുടർന്ന് നാട്ടുകാരും പോലീസും ഈ വീട്ടു പരിസരവുമൊക്കെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ കിണറ്റിന് ചേർന്ന് നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റ് നീങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസാണ് ഇത്തരത്തിൽ കിണറ്റിലേക്ക് ഒരു പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കിണറ്റിനകത്ത് നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതു സാഹചര്യത്തിൽ, ഏതു മാനസികാവസ്ഥയിലാണ് ഇത്രയും ചെറുതായിട്ടുള്ളൊരു കുട്ടിയെ ഏത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ തന്നെ
തന്നെയും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും പ്രശ്നമോ ഉണ്ടോ, ആണോ ഇത്തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മ, അച്ഛൻ, അതിനൊപ്പം തന്നെ കുട്ടിയുടെ അമ്മാവൻ, മുത്തശ്ശി എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരെ 4 പേരെയും ചോദ്യം ചെയ്യുന്ന സമയത്ത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആ വൈരുദ്ധ്യത്തിൽ നിന്നാണ് പോലീസ് വീണ്ടും ഇവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഈ ചോദ്യം ചെയ്യലിൽ അമ്മയുടെ മൊഴിയിലും അതിനൊപ്പം തന്നെ അച്ഛൻ്റെ മൊഴിയിലും അമ്മാവൻ്റെ മൊഴിയിലും മുത്തശ്ശിയുടെ മൊഴിയിലൊക്കെ തന്നെയും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഈ രണ്ടാം ഘട്ട ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെ ഒരു ഹരികുമാറാണ് അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മാവനാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇപ്പൊ സുലേഖ പറഞ്ഞപ്പോൾ തന്നെ ആദ്യം തന്നെ ഈ മൊഴികളിലെ വൈരുദ്ധ്യമായിരുന്നു പ്രധാനമായിട്ടും വന്നത്. കാരണം ആദ്യം നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ശ്രീതു, അതായത് കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് തന്റെ കൂടെ ആയിരുന്നു കുഞ്ഞ്, താൻ ബാത്റൂമിലേക്ക് പോയ സമയത്ത് തിരിച്ചു വന്നപ്പോഴാണ് കുഞ്ഞിനെ കാണാതായത്. അപ്പോൾ ആ ബാത്റൂമിലിരുന്ന സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു, അപ്പോൾ അമ്മയെ വിളിച്ച് അന്വേഷിച്ചു തുടങ്ങിയ തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീതു ആദ്യം പറഞ്ഞ മൊഴികളിലൊക്കെ ഈ വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ ആ മൊഴികളിലൊക്കെ കള്ളമായിരുന്നു എന്നൊരു നിഗമനത്തിലേക്കാകുമല്ലോ ഈ ഹരികുമാറിന് കുട്ടിയുടെ അമ്മ ശ്രീതുവിന്റെ സഹായം കിട്ടിയതായി പോലീസ് പറയുമ്പോൾ നമുക്ക് എത്തിച്ചേരേണ്ടി വരുന്നത്. തീർച്ചയായും സിന്ദൂരി, ഈ കുട്ടിയുടെ അമ്മ ശ്രീതുവിൻ്റെ സഹായം ഹരികുമാറിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം തന്നെയാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുശേഷം മാത്രമേ നമുക്കിത് ഔദ്യോഗികമായി അമ്മാവനാണ് ഈ കുട്ടിയുടെ കൊലപാതകത്തിന് പിന്നിലെന്നും ഇതിന് സഹായി ഈ കുട്ടിയുടെ അമ്മ ശ്രീതു ഉണ്ട് എന്നുള്ളൊരു കാര്യം ഔദ്യോഗികമായി നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ പോലീസ് എത്തുന്ന നിഗമനം, ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതായത് കുട്ടിയുടെ അമ്മാവനാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിന് കുട്ടിയുടെ അമ്മ കൂട്ടുനിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഇതിൽ നമ്മൾ മനസാക്ഷിപരമായി നോക്കുന്ന സമയത്ത് ഇത്തരത്തിൽ 2 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ഒരു കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്താനുള്ളൊരു മനസ്സ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ള ആളാണോ ഹരികുമാർ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ എന്തെങ്കിലും നേരത്തെ ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടതായി വലിയ രീതിയിലുള്ളൊരു ചർച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് ഈ 2 വയസ്സുകാരിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തത് കൊണ്ട് എന്ത് നേട്ടമാണ് അവർക്കുണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ DYSP മാധ്യമങ്ങളെ കാണും. ഈ ഔദ്യോഗികമായി തന്നെ ഈ ഒരു സംഭവത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.